അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ കൃപ ഞാൻ എന്നും പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തോറും ഞാൻ വിവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ഞാൻ എന്നും പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തോറും ഞാൻ വിവരിക്കും. അങ്ങയുടെ കൃപയാൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും വിശ്വസ്തത സ്വർഗത്തെ സുസ്ഥിരമാണെന്നും അങ്ങ് പറഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു, ദാസനായ ദാവീദിനോട് ശപഥം ചെയ്തു. നിന്റെ സന്തതിയെ ഞാൻ എന്നെന്നും നിലനിർത്തും. നിന്റെ സിംഹാസനം തലമുറ തോറും പണിതുയർത്തും. കർത്താവേ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങൾ പ്രകീർത്തിക്കട്ടെ. വിശുദ്ധരുടെ സമൂഹം അങ്ങയുടെ വിശ്വസ്തതയെ. കർത്താവിന് തുല്യനായ ഉന്നതത്തിൽ ആരുണ്ട്? വാനദൂതരിൽ അങ്ങേക്ക് സദൃശനായ ആരാണുള്ളത്? വിശുദ്ധരുടെ സമൂഹത്തിൽ ദൈവം സന്നിഹിതനാണ്. ചുറ്റുമുള്ള എല്ലാവരെയും കാൾ ഉന്നതനും ഭീതിതനുമാണ്. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങേ പോലെ ബലവാനായ ആരാണുള്ളത്? അങ്ങയുടെ വിശ്വസ്തത അങ്ങയുടെ ചുറ്റും. ഇളകി മറിയുന്ന കടലിനെ അങ്ങ് അടക്കി വാഴുന്നു. അലറി വരുന്ന തിരമാലകളെ അങ്ങ് നിശബ്ദമാക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് തുല്യം അഹങ്കാരികളെ അങ്ങ് വിനീതരാക്കുന്നു. അങ്ങയുടെ ഭുജബലത്താൽ വൈരവൃന്ദത്തെ ചിതറിക്കുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടേതാകുന്നു. ലോകവും അതിലുള്ള സമസ്തവും അങ്ങ് സ്ഥാപിച്ചു. വടക്കും തെക്കും അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു. താബോറും ഹെർമോനും അങ്ങയുടെ നാമം സ്തുതിക്കുന്നു. ശക്തിയും ശേഷിയും അങ്ങയുടേതാണ്. അങ്ങയുടെ കരം പ്രബലമാണ്. അങ്ങയുടെ വലങ്കൈ വിജയിച്ചിരിക്കുന്നു. നീതിയിലും ന്യായത്തിലും അങ്ങയുടെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കൃപയും സത്യവും തിരുസന്നിധിയിലുണ്ട്. അങ്ങയുടെ മഹത്വം അറിയുന്ന ജനം ഭാഗ്യവാന്മാർ.
അങ്ങയുടെ മുഖകാന്തിയിൽ അവർ വ്യാപരിക്കുന്നു. തിരുനാമത്തിൽ അവർ എന്നും ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയാൽ അവർ ഉയർത്തപ്പെടുന്നു. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങാണല്ലോ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ വിജയിപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവും. ഒരിക്കൽ അവിടുന്ന് തന്റെ നീതിനിഷ്ഠരോട് ദർശനത്തിൽ സംസാരിച്ചു. ഒരു മനുഷ്യനെ ഞാൻ സഹായിച്ചു, ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധിയുടെ ധൈര്യത്താൽ അവനെ അഭിഷേചിച്ചു. എന്റെ കരം അവന് സഹായമേകി, എന്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തി. അവന്റെ ശത്രു ഒന്നും നേടിയില്ല, ദുഷ്ടർ അവനെ കീഴ്പ്പെടുത്തിയില്ല. അവന്റെ മുമ്പേ ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും, എതിരാളികളെ ഞാൻ തകർക്കും. എന്റെ വിശ്വസ്തതയും കൃപയും അവനോടത്താണ്, എന്റെ നാമത്തിൽ അവൻ വിജയം വരിക്കും. അവന്റെ കരം സമുദ്രത്തിന്മേലും വലതുകരം നദികളുടെ മേലും ഞാൻ വയ്ക്കും. അവൻ ഉദ്ഘോഷിക്കും, അങ്ങാണ് എന്റെ പിതാവ്, എന്റെ ദൈവവും ബലവാനായ രക്ഷകനും അങ്ങു തന്നെ. ഞാൻ അവനെ എന്റെ ആദിജാതനാക്കും, ഭൂമിയിലെ രാജാക്കന്മാരിൽ ഏറ്റവും സമുന്നതനാക്കും. അവനോട് ഞാൻ എന്നും കൃപ കാണിക്കും, എന്റെ ഉടമ്പടി അഭംഗുരം പാലിക്കും. അവന്റെ സന്തതിയെ ഞാൻ നിത്യമായി നിലനിർത്തും, അവന്റെ സിംഹാസനം സ്വർഗത്തിലെ ദിവസങ്ങൾ പോലെയും. അവന്റെ മക്കൾ എന്റെ പ്രമാണം മറക്കുകയും എന്റെ കൽപ്പന ലംഘിക്കുകയും ചെയ്താൽ അവരുടെ ദുഷ്ടതയെ ദണ്ഡുകൊണ്ടും അകൃത്യങ്ങളെ പ്രഹരം കൊണ്ടും ഞാൻ ശിക്ഷിക്കും. എങ്കിലും ഞാൻ എന്റെ കൃപ പിൻവലിക്കുകയില്ല, എന്റെ വിശ്വസ്തത മാറ്റുകയില്ല. എന്റെ ഉടമ്പടി ഞാൻ ഉപേക്ഷിക്കുകയില്ല, എന്റെ വാക്കുകളിൽ മാറ്റം വരുത്തുകയില്ല. എന്റെ പരിശുദ്ധിയിൽ ദാവീദിന് ഞാൻ ഒരു നാൾ വാക്കു നൽകി, ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. അവന്റെ വംശം എന്നും നിലനിൽക്കും, സിംഹാസനം സൂര്യനെ പോലെയും വിശ്വസ്ത സാക്ഷിയായ ചന്ദ്രനെ പോലെയും എന്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും. എങ്കിലും അങ്ങ് എന്നെ മറന്നുപോയി, എന്നെ തിരസ്കരിച്ചു, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിച്ചു. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി തള്ളിക്കളഞ്ഞു, അവന്റെ കിരീടം നിലത്തെറിഞ്ഞു. അവന്റെ മതിലുകൾ ഇടിച്ചു വീഴ്ത്തി, കോട്ടകളെല്ലാം തട്ടിത്തകർത്തു. വഴിപോക്കരെല്ലാം അവനെ ചവിട്ടി മെതിച്ചു, അയൽക്കാർ അവനെ പരിഹസിച്ചു. അവന്റെ ശത്രുക്കളെ നീ ശക്തിപ്പെടുത്തി, വിദ്വേഷികൾക്കെല്ലാം ആനന്ദമേകി. അവന്റെ വാളിന്റെ സഹായം നീ പിൻവലിച്ചു, യുദ്ധക്കളത്തിൽ തുണ നൽകിയില്ല. അവനെ വിജയിപ്പിക്കുന്നവരെ അങ്ങ് ഇല്ലാതാക്കി, അവന്റെ സിംഹാസനം മറിച്ചിട്ടു. അവന്റെ യൗവനനാളുകൾ വെട്ടിച്ചുരുക്കി, അപമാനത്താൽ അവനെ പൊതിഞ്ഞു. കർത്താവേ, എത്ര നാളങ്ങ് കോപിച്ചിരിക്കും, എന്നേക്കും അങ്ങയുടെ കോപം കത്തിച്ചൊലിക്കുമോ? ഞാൻ ധൂളി മാത്രമാണെന്ന് ഓർക്കണമേ, മനുഷ്യൻ വ്യർത്ഥതയ്ക്ക് അടിമയാണെന്ന് അനുസ്മരിക്കണമേ. മരണമടയാതെ ജീവിക്കുകയും സിയോലിന്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷിക്കുകയും ചെയ്ത മനുഷ്യനാരുണ്ട്? കർത്താവേ, വിശ്വസ്തതയിൽ അങ്ങ് ദാവീദിന് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പൂർവകാല നന്മകൾ എവിടെയാണ്? കർത്താവേ, അങ്ങയുടെ ദാസന്റെ അപമാനം ഓർക്കണമേ, ജനതകളുടെ ആക്ഷേപം ഞാൻ സദാ സഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ എന്നെ ദ്വേഷിക്കുന്നു, അങ്ങയുടെ അഭിഷിക്തന്റെ കാലടികളെ നിന്ദിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ, ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
ചെയ്തിരിക്കുന്നു. മിശിഹ കർത്താവേ, താവക മരണത്തിൽ തിരുവുത്ഥാനത്തിൽ സഭയുടെ മക്കൾ സാനന്ദം അഭിമാനിക്കുന്നനവരതം ഞങ്ങളിലേറും ശിക്ഷയെ നീ പാവനമാം നിൻ സഹനത്താൽ മാറ്റുകയാ. നിന്നെ വാഴ്ത്തുന്നു. അവൻ ശരീരത്തോടുകൂടെ പ്രത്യക്ഷനായി മഹിതമഹത്വത്തെ ഞങ്ങൾക്കേകിയവൻ കർത്താവീശോയേ, മാനവരൂപമെടുത്തവനെ, സകലേശൻ തന്നേകജനെ, ദൈവത്തിൻ തിരുവചനം നീ, നിൻ തിരുശ്ലീവാസങ്കേതം കനിയണമേ. ദാസയാചിപ്പോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാരമമൂല്യം നിൻ രക്ഷാകര സഹനം ഞങ്ങൾ വാഴ്ത്തുന്നു. പാവനമാം നിൻ സ്ലീവാതൻ ഓർമ്മയെ നിതരാം ഘോഷിപ്പു. തവ സ്നേഹത്താൽ ഞങ്ങൾക്കായി മോദമിയെന്നൊരു തിരുനാളും നൽകി നീ. നിന്നെ വാഴ്ത്തുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു.
കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായി വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.